നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് മൂന്നാം ടേം ഉറപ്പെന്ന നിലയിൽ നിന്ന് ബി.ജെ.പിക്കും സാധ്യത നൽകുന്ന ഒന്നായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ടോ? ഇന്ത്യ സഖ്യത്തിന് വളക്കൂറായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിന്ന് കോൺഗ്രസും ആപ്പും പരസ്പരം പോരടിക്കുക മാത്രമല്ല അതീവ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുക കൂടി ചെയ്തത് ആർക്കാണ് ഡൽഹിയിൽ ഗുണമാകുന്നത്? മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് വോട്ടുകൾ നേടി ഭരണത്തിലെത്താമെന്ന ബി.ജെ.പിയുടെ മോഹം നടക്കുമോ? രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ ഭരണ തുടർച്ചയ്ക്കോ ഭരണമാറ്റത്തിനോ വോട്ട് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നൊന്നായി അല്പസമയത്തിനകം എത്തിത്തുടങ്ങും. പ്രവചനം ആർക്കാണ് അനുകൂലമാകുന്നത്? ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുമോ അതോ 27 വർഷത്തിന് ശേഷം ബി.ജെ.പി ഡൽഹി പിടിക്കുമോ? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉള്ളത്. അടുത്ത 1.5 മണിക്കൂർ ഈ വിഷയമാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് മേൽക്കൈ ഉണ്ടാവുക? ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ പോളിംഗിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കൂടുമെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. 5 മണി വരെ 57% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാന കണക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ER രാഗേഷ് എന്നോടൊപ്പം ചേരുകയാണ്. ER, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് സജീവമായി തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്നയാളാണല്ലോ. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തുടക്ക സമയത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യതയിൽ എത്തി. ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ ബി.ജെ.പി ചിലപ്പോൾ ആപ്പിനെ അട്ടിമറിച്ചേക്കാം, അങ്ങനെ ഒരു സൂചന കാണുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി നേരിട്ടിരുന്നു. കാരണം 2015-ലും 2020-ലും ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടായെങ്കിൽ 2025-ലെ തെരഞ്ഞെടുപ്പിലേക്ക് ആം ആദ്മി പാർട്ടി പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ നേതാക്കളൊക്കെ തന്നെ ജയിലിലായിരുന്നു എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ 5 മാസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ വലിയൊരു പ്രതിസന്ധി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നേരിട്ടിരുന്നു. അതായത് മുൻപുണ്ടായിരുന്ന ഒരു ഇമേജ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചത് മുഖ്യമന്ത്രി സ്ഥാനം. തുടർന്നാണ് അദ്ദേഹം ഈ പ്രചാരണത്തിൽ സജീവമായത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ബി.ജെ.പി അഴിമതിയൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടുവന്നിരുന്നു, അവിടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ആം ആദ്മി പാർട്ടി കളം പിടിക്കുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ബി.ജെ.പി പോലും ഒപ്പത്തിനൊപ്പം, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് സാധ്യതകൾ പറയുന്ന തരത്തിലേക്ക് ആം ആദ്മി പാർട്ടി അട്ടിമറിക്കുമെന്നല്ല എങ്കിൽ പോലും ബി.ജെ.പി ഒരു 50-50 ചാൻസ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പ്രത്യേകിച്ച് ഈ കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവൊക്കെ തന്നെ അതെങ്ങനെ പ്രകടമാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഡൽഹിയിൽ മൊത്തം ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ 67% എന്ന് പറയുന്നത് മധ്യവർഗമാണ്. അതിൽ തന്നെ നികുതി അടയ്ക്കുന്നവർ വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് ഡൽഹി ജനസംഖ്യ 1.5 ലക്ഷമാണ്. അതിൽ 30 ലക്ഷമെങ്കിലും നികുതി അടയ്ക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്ക് വരുമ്പോൾ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 57.7 5 മണി വരെയുള്ള പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുസ്തഫാബാദ് അടക്കമുള്ള പ്രദേശങ്ങളാണ്. അതായത് കഴിഞ്ഞ തവണ 2020-ൽ ഡൽഹി കലാപം നടന്ന പ്രദേശങ്ങളാണ്. ആ മേഖലയാണ് കാരവൽ നഗർ, മുസ്തഫ നഗറൊക്കെ. മുസ്തഫാബാദിലുണ്ടായിരിക്കുന്ന പോളിംഗ് എന്ന് പറയുന്നത് 67%. ഡൽഹിയിൽ ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുസ്തഫാബാദിലാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഏതാണ്ട് ഡൽഹി ആ മണ്ഡലത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 40% ന്യൂനപക്ഷ ജനസംഖ്യയുള്ള മണ്ഡലമാണ്. സീലംപൂരും, രാഹുൽ ഗാന്ധി പ്രചാരണം തുടങ്ങിയത് ഇത്തവണ സീലംപൂരിൽ നിന്നാണ്. അത് ന്യൂനപക്ഷ സ്വാധീന മണ്ഡലമാണ്. അവിടെയും 66% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മധ്യവർഗം ഏറ്റവും കൂടുതലുണ്ട്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരൊക്കെയുള്ള പ്രദേശമാണ് ന്യൂഡൽഹി മണ്ഡലം. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന ന്യൂഡൽഹി ഉൾപ്പെടെ പട്ടേൽ നഗർ, രാജേന്ദ്ര നഗർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അവിടെ കണക്ക് നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറവാണ് പോളിംഗ്. ഏതാണ്ട് 54% ന്യൂഡൽഹി മണ്ഡലത്തിൻ്റെ കണക്ക്. 5 മണി വരെ ന്യൂഡൽഹിയിൽ 54%. ഇതിനോട് ചേർന്ന് കിടക്കുന്ന പട്ടേൽ നഗർ, ആർ കെ പുരം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ 50-55%. അപ്പോൾ
മധ്യവർഗം കൂടുതലുള്ള സ്ഥലങ്ങളിൽ താരതമ്യേന വോട്ടിംഗ് ശതമാനം കുറവായി രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇത്തവണത്തെ കണക്കുകൾ നോക്കിയാൽ കാണാം. എങ്കിൽ പോലും പ്രചാരണത്തിൽ കണ്ട ഒരു ആവേശം ഇത്തവണയുണ്ട്. പ്രത്യേകിച്ച് 62% കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണക്കിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. കാരണം 5 മണി വരെയുള്ള കണക്കുകൾ എന്ന് പറയുമ്പോൾ 6 മണി വരെ അവശേഷിക്കുന്നുണ്ട്. 6 മണിക്ക് ഔദ്യോഗികമായി തന്നെ വോട്ടിംഗ് സമയം കഴിഞ്ഞാലും സ്വാഭാവികമായും ആളുകൾ വോട്ട് ചെയ്യാൻ പലയിടത്തും ബൂത്തുകളിലും ക്യൂവിലുണ്ടാവും. അപ്പോൾ 62 കടന്നുകൊണ്ടൊരു പോളിംഗ് പെർസെൻറ്റേജ് ഇത്തവണ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. ഇത്തവണ അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയാണോ ഡൽഹിയിലെ ജനത വോട്ട് ചെയ്തത്, അതോ ആം ആദ്മി പാർട്ടി നൽകുന്ന സൗജന്യങ്ങൾ അത് വീണ്ടും ആവർത്തിക്കുവാൻ അവർക്ക് അവസരം വീണ്ടും കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഡൽഹിയിലെ ജനത വോട്ട് ചെയ്തിരിക്കുന്നത്? ഇതറിയുവാൻ ഇനി ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിനു മുൻപ് എന്താണ് ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നതിന്റെ ഏകദേശ സൂചനയുമായിട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നത്. അല്പസമയത്തിനകം വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ചേരുകയാണ്. വിനോദ്, എന്തായാലും ആം ആദ്മി പാർട്ടി പ്രതീക്ഷയിലാണല്ലോ അല്ലേ? പക്ഷേ BJP ഒരു വലിയ ഫൈറ്റ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതില് പ്രധാനമായ 1-2 കാര്യങ്ങൾ പറയണം. എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച് എനിക്ക് തോന്നുന്നു ചാനലിന്റെ മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല. ശ്രീ മഞ്ജുഷ് അദ്ദേഹം പറഞ്ഞ മുസ്തഫ നഗറിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ് അവിടെ 70%. 70% മാട്രിക്സിന്റെ ഫലസൂചനയാണ്. എക്സിറ്റ് പോൾ ആദ്യ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുകയാണ്. മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച് 35 മുതൽ 40 സീറ്റുകൾ വരെ BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അതായത് ഒരു തൂക്ക് സഭ എന്ന് വേണമെങ്കിൽ പറയാം. 36 സീറ്റുകളാണ് ആകെയുള്ള 70 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച്, എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് BJPക്ക് 35 മുതൽ 40 സീറ്റ് വരെ, അതായത് പരമാവധി 40 സീറ്റുകൾ വരെ കിട്ടാം. അത് 35 കുറയുകയും ചെയ്യാം. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 വരെ, അതായത് പരമാവധി സീറ്റുകൾ 37, എന്നാൽ 32 സീറ്റുകൾ വരെ കുറയുകയും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നേരിയ ഒരു എഡ്ജ് BJPക്ക് ഉണ്ട്. പക്ഷേ ഇതൊരു തൂക്ക് സഭ എന്നതിന്റെ സൂചനയാണ് അല്ലേ രാകേഷ്? 32-37 ആം ആദ്മി പാർട്ടിക്ക്, BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ. ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം അല്ലേ? അതെ, മെട്രിക്സിന്റെ സർവേ പറയുന്നത് ആം ആദ്മി പാർട്ടി വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാം. പക്ഷേ 32 മുതൽ 37 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ സീറ്റുകൾ അവർ നൽകുന്നത് BJPക്കാണ്. 35 മുതൽ 40 വരെ സീറ്റുകൾ നൽകുന്നുണ്ട്. കാരണം ഡൽഹി 70 മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 36 സീറ്റാണ്. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ സമാനമായ രീതിയിൽ ഒരു സീറ്റ് പരമാവധി ലഭിച്ചേക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തവണത്തേതുപോലെ സീറ്റുകൾ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ മെട്രിക്സിന്റെ സർവേ. JVCയുടെ പോൾ എക്സിറ്റ് പോൾ ഫലവും വരുന്നുണ്ട്. അവിടെ നേരിയ മുൻതൂക്കം ഉള്ളത് ആം ആദ്മി പാർട്ടിക്കാണ്. 45 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ് JVCയുടെ പോൾ പ്രഡിക്ഷൻ. എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. അവിടെ JVCയുടെ കണക്കനുസരിച്ച് 39 മുതൽ അവിടെ BJPക്കാണ് 39 മുതൽ 45 സീറ്റുകൾ വരെ JVC കണക്കനുസരിച്ച് BJPക്ക് കിട്ടാം. അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ അവിടെ കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നത് BJPക്കാണ്. JVCയുടെ പോളാണ് ഞാനിവിടെ വായിച്ചത്, ഇപ്പോൾ കാണിക്കുന്നതല്ല. ആം ആദ്മി പാർട്ടിക്ക് 22 മുതൽ 31 സീറ്റുകൾ വരെ. പീപ്പിൾസ് ഇൻസൈറ്റിന്റെ ഫലമനുസരിച്ച് BJPക്ക് 40 മുതൽ 44 സീറ്റുകൾ വരെ, 25 മുതൽ 29 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്. അവിടെയും കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയേക്കാം എന്നുള്ളതാണ്. അതായത് 3 ഫലങ്ങൾ വന്നപ്പോൾ മാട്രിക്സ് എക്സിറ്റ് പോൾ അനുസരിച്ച് തൂക്ക് സഭയാണ്, JVCയുടേത് അനുസരിച്ച് BJPക്കാണ് മേൽക്കൈ. അത് 39 മുതൽ 45 സീറ്റുകൾ വരെ ആകാം. 22 മുതൽ 31 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയേക്കാം. പീപ്പിൾസ് ഇൻസൈറ്റ് അനുസരിച്ച് 40 മുതൽ 44 സീറ്റുകൾ വരെ BJP കിട്ടുമെന്നാണ്. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 29 സീറ്റുകൾ വരെ, അവിടെ ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെ 2 എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്നത് BJPക്ക് ജയിക്കാൻ സാധിക്കും ഡൽഹിയിൽ എന്നുള്ളതാണ്. പീപ്പിൾസ് പൾസിന്റെ അനുസരിച്ച് 10 മുതൽ 19 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ് പീപ്പിൾസ് പൾസ്. 51 മുതൽ 60 സീറ്റുകൾ വരെ പീപ്പിൾസ് പൾസ് പ്രവചിക്കുകയാണ്. ആർക്ക്? BJPക്ക്. അങ്ങനെ 4 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ അതിൽ 3ഇടത്തും BJPക്ക് മേൽക്കൈ എന്നുള്ളതും ഒരിടത്ത് തൂക്ക് സഭ എന്നുള്ളതുമാണ്. രാകേഷ്, അത് ഇപ്പോൾ ചാണക്യയുടെ സർവേ പ്രകാരം ആം ആദ്മി പാർട്ടി 28 സീറ്റിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത്. അതായത് 25 മുതൽ 28 സീറ്റ് വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് ചാണക്യ പ്രവചിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും BJPക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. പീപ്പിൾസ് പ്ലസ് ആണ് വലിയ മാർജിനിൽ BJP ഒരു ഏകപക്ഷീയമായ നിലയിൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി ജയിച്ചതിനെ പോലെയോ അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുന്ന തരത്തിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്.
60 സീറ്റ്, അതായത് BJP 51 മുതൽ 60 വരെ സീറ്റുകൾ നേടും എന്നാണ് പീപ്പിൾസ് പ്ലസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 10 മുതൽ 19 സീറ്റ് വരെ പരമാവധി 19 സീറ്റുകൾ ഒതുങ്ങും എന്നാണ് പീപ്പിൾസ് പ്ലസിന്റെ സർവേ. അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായി ചാണക്യ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പ്രവചനമായിരുന്നു അല്ലേ? ചില തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ചില ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഏതാണ്ട് ആക്യുറേറ്റ് ആയി പ്രവചിച്ച ഏജൻസിയാണ്. എത്ര വരെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ പി മാർക്കിന്റെ വന്നിട്ടുണ്ട്. അത് എക്സിറ്റ് പോൾ അനുസരിച്ച് 39 മുതൽ 49 സീറ്റുകൾ വരെ BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് 21 മുതൽ 31 സീറ്റ് വരെ. ഇവിടെയും കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടുമെന്നാണ് പി മാർക്ക് എക്സിറ്റ് പോൾ ഫലവും പറയുന്നത്. 39 കുറഞ്ഞ സീറ്റ്, 49 സീറ്റുകൾ വരെ BJPക്ക് കിട്ടുമെന്നാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടില്ല എന്നാണ് പി മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. അതായത് ഒരു സർവേയിലും ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ ഇത് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകൾ വരെ, BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ എന്നാണ്. JVCയുടെ 22 മുതൽ 31 വരെ ആം ആദ്മി പാർട്ടിക്ക്, അതേസമയം 39 മുതൽ 45 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം എന്നുള്ളതാണ്. JVCയുടേതാണ് ഇപ്പോൾ കാണുന്നത്. 21 മുതൽ 32 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, BJPക്ക് 39 മുതൽ 45 സീറ്റുകൾ വരെ. അവിടെ 2 സീറ്റ് കോൺഗ്രസിന് പറയുന്നുണ്ട്. കേവല ഭൂരിപക്ഷം BJPക്കാണ് പറയുന്നത്. രാകേഷ്, ഇതൊരു ട്രെൻഡ് ആകുമോ? എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ തിരിച്ചു വാദിക്കുവാനും അവസരമുണ്ട് അല്ലേ? അതെ, ഡൽഹിയിലെ തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത്തരം വാദങ്ങൾ ഉന്നയിക്കാം. എക്സിറ്റ് പോളുകൾ എല്ലാ കാലത്തും ശരിയായ പതിവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ഡൽഹി എക്സിറ്റ് പോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം, ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ 45 സീറ്റുകൾ വരെയാണ് കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി 62 സീറ്റുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ മഞ്ജുഷ് സൂചിപ്പിച്ച് തന്നെയാണ് കാര്യം. കാരണം ഇതുവരെ 4 എക്സിറ്റ് പോളുകൾ വന്നെങ്കിൽ ഈ 4ഉം BJP അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കുകയാണ്. അതിൽ തന്നെ മെട്രിക്സിൻ്റെ കണക്ക് BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവർ പറയുന്നുണ്ട്. 35 മുതൽ 40 വരെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന തരത്തിലൊരു പ്രകടനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പി മാർക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് BJPയെ വിലയിരുത്തുന്നത്. BJPയുടെ പ്രകടനം 39 സീറ്റുകൾ, പരമാവധി 39 സീറ്റുകളിലേക്ക് BJP എത്തും. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 39 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ പരമാവധി അവർ 49 വരെ പോകാമെന്നാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 സീറ്റുകൾ വരെ ഒതുങ്ങുമെന്നും പറയുന്നുണ്ട്. JVC ആണ് ഇപ്പോൾ BJP, അവിടെയും 39 മുതൽ, പോൾ ഡയറിയുടെ ആണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അതിൽ പ്രകാരം 39 മുതൽ 45 വരെ സീറ്റുകൾ BJP നേടുമെന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി പരമാവധി 31 സീറ്റ്, 21 മുതൽ 31 സീറ്റ് വരെ നേടും എന്ന് പറയുന്നു. കോൺഗ്രസിന് പരമാവധി 2 സീറ്റ്. ഇതാണ് പോൾ ഡയറിയുടെ കണക്കുകൾ. ഇങ്ങനെ ഇപ്പോൾ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറയുന്നതാണ്. തീർച്ചയായും പീപ്പിൾസ് പൾസിന്റെ കണക്ക് എന്ന് പറയുന്നത് വലിയ കണക്കാണ് അല്ലേ? അവിടെ 50-ലധികം സീറ്റുകൾ BJPക്ക് കിട്ടാം എന്നുള്ളതാണ്. 60 സീറ്റ് വരെ BJPക്ക് കിട്ടാമെന്ന്, അതായത് 70-ൽ 60 സീറ്റുകൾ വരെ BJPക്ക് പ്രവചിക്കുകയാണ് പീപ്പിൾസ് പൾസ് ഇല്ലേ? ആ ഒരു ഏജൻസി അവർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുമായിട്ട് വന്നതാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് ആണെങ്കിൽ 40 മുതൽ 44 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത്. മാട്രിക്സിന്റെ കണക്കിലാണ് ഒരു തൂക്കുസഭ പറയുന്നത് അല്ലേ? തൂക്കുസഭയാണ് മാട്രിക്സിന്റെ കണക്കിൽ. JVCയുടെ കണക്കിലും കൃത്യമായും കേവല ഭൂരിപക്ഷം BJPക്ക് പറയുന്നുണ്ട്. പീപ്പിൾസ് പൾസിന്റെ ഇതിൽ ആം ആദ്മി പാർട്ടിക്ക് 19 സീറ്റുകൾ വരെ മാത്രമേ പരമാവധി പറയുന്നുള്ളൂ. അവിടെ കോൺഗ്രസിന് ഒരു സീറ്റും പറയുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസ് പൊതുവെ അങ്ങനെയാണല്ലോ, ഇത്തവണ കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ രാകേഷ്? കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊക്കെ ഒരു മുന്നേറ്റം ഒക്കെ തന്നെ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി സീലംപൂർ കേന്ദ്രീകരിച്ച് പ്രചാരണത്തിലെത്തുന്നു. അതൊരു ന്യൂനപക്ഷ മണ്ഡലമാണ്. സ്വാഭാവികമായി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചാൽ ആർക്കാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഏതായാലും ആം ആദ്മി പാർട്ടിക്കെതിരെ, ഒരുപക്ഷെ BJP പ്രചാരണത്തിൽ എങ്ങനെ ആക്രമിച്ചോ അതേപോലെ സമാനമായ രീതിയിൽ എല്ലാ വിഷയങ്ങളും അത്ര കടുത്ത നിലപാട് ആം ആദ്മി പാർട്ടിക്കെതിരെ എടുക്കുന്നത് കണ്ടു. ഇന്ന് പോലും ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും കോൺഗ്രസിന് അവിടെ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ചാണക്യ സ്ട്രാറ്റജീസിന്റെ കണക്കനുസരിച്ച് 39 മുതൽ 44 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 28 സീറ്റ് വരെ. അവിടെ കോൺഗ്രസിന് പക്ഷേ 2 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാമെന്ന് ചാണക്യയുടെ പ്രവചനമുണ്ട്. ചാണക്യ സ്ട്രാറ്റജീസ് 39 മുതൽ 44 സീറ്റുകൾ വരെ BJPക്ക്, 25 മുതൽ 28 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, 2 മുതൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസിന്. ഇതിൽ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലം ഒഴികെ മറ്റ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും
BJPക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നു. ചില എക്സിറ്റ് പോളുകളിൽ 50-ന് മുകളിൽ സീറ്റുകൾ പ്രവചിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മാട്രിക്സിൽ മാത്രം ഒരു തൂക്ക് സഭയാണ് പ്രവചിക്കുന്നത്. പോൾ ഡയറിയുടെ കണക്കനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് 18 മുതൽ 25 സീറ്റുകൾ വരെ മാത്രമേ ഉള്ളൂ. പക്ഷേ BJPക്ക് 42 മുതൽ 50 സീറ്റുകൾ വരെ പറയുകയാണ്. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ വളരെ കൂടുതൽ സീറ്റുകളാണ് പോൾ ഡയറി BJPക്കായിട്ട് നൽകുന്നത്. ഡൽഹിയിൽ എക്സിറ്റ് പോൾ സൂചന അനുസരിച്ച് കോൺഗ്രസിന് 2 സീറ്റുകൾ വരെ, പോൾ ഡയറി എക്സിറ്റ് പോൾ അനുസരിച്ച് 2 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അങ്ങനെ 6 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനകം വന്നപ്പോൾ അതിൽ 5ഉം BJPക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുകയാണ്. ഈ പറയുന്ന മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ പോലും അവിടെ ഒരു തൂക്ക് സഭ പറയുന്നുണ്ട് എങ്കിൽ പോലും മേൽക്കൈ പ്രവചിക്കുന്നത് BJPക്കാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. പീപ്പിൾസ് ഇൻസൈറ്റിന്റെയാണ് ഇപ്പോൾ കാണുന്നത്. BJPക്ക് 40 മുതൽ 44 വരെ, ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 29 വരെ. രാകേഷ് ഗ്രൗണ്ടിൽ പോയ ആളാണല്ലോ. ഈ ഒരു രീതിയിലുള്ള ഒരു ട്രെൻഡിലുള്ള സാധ്യത അവിടെ പറയുന്നുണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ ഈ പറയുന്ന ബജറ്റിലെ പ്രഖ്യാപനമൊക്കെ BJPക്ക് ഒരു എഡ്ജ് കൊടുത്തതാണ് എന്നുള്ള തോന്നലുണ്ടോ? ഏതായാലും കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കാര്യങ്ങൾ പോകില്ല. 2015 ആം ആദ്മി പാർട്ടി നേടിയ 67, കഴിഞ്ഞ തവണ 62. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് വ്യക്തമായിരുന്നു. അതിപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പോലും പറഞ്ഞാണ്. അരവിന്ദ് കെജ്രിവാൾ പോലും പറയുന്നത് 55 സീറ്റാണ്. പക്ഷേ ഇത്തരമൊരു BJPക്ക് ഇത്തരം വലിയൊരു അഡ്വാൻറ്റേജ്, ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഗ്രൗണ്ടിൽ നിന്ന് അത്തരമൊരു സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മധ്യവർഗം കൂടുതലുള്ള സ്ഥലമാണ് ഡൽഹി. 67% ഡൽഹിയുടെ മധ്യവർഗമാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും നികുതി അടയ്ക്കുന്നവരാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്ന സൂചന ഈ എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകളെ നമുക്കൊരു സൂചനയായി മാത്രമേ എടുക്കാൻ കഴിയൂ, അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ തെറ്റിയ പതിവുണ്ട്. ഡൽഹിയുടെ കണക്കിൽ പോലും കഴിഞ്ഞ തവണയൊന്നും ആം ആദ്മി പാർട്ടി ഒരു വലിയ വിജയം, ഏകപക്ഷീയ വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നില്ല. കൃത്യമായി ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ BJP എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ട്രെൻഡാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അത്തരമൊരു വിലയിരുത്തലേക്ക് നടത്താം. പക്ഷേ എന്താണ് വോട്ടർമാർ മനസ്സിലെന്ന കാര്യങ്ങളിലൊക്കെ ഇനിയും കാത്തിരിക്കണം. പക്ഷേ BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസത്തിന് വക നൽകുന്നതാണ്. കാരണം 98-ന് ശേഷം ഒരിക്കൽ പോലും അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്തൊരു സ്ഥലം ഡൽഹി, പ്രത്യേകിച്ച് RSSന് വലിയ ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ BJP ഏതാണ്ട് 55% വോട്ടൊക്കെ നേടിക്കൊണ്ട് അങ്ങനെ അവർക്ക് സ്ട്രോങ് ബേസ് ഉള്ള സ്ഥലത്ത്, ഈ പറയുന്ന 27 വർഷമായി അധികാരത്തിൽ വരാൻ കഴിയാത്തൊരു സ്ഥലത്ത് മോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പോലും അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ BJPയെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോളുകൾ തീർച്ചയായും ആശ്വാസത്തിന് വക. അതായത് BJPക്ക് സമീപകാല തെരഞ്ഞെടുപ്പുകളിലും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഡൽഹിയിൽ വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും ഡൽഹി പിടിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് BJP കളം നിറഞ്ഞു വന്നിരുന്നത്. അതിന്റെ ഒരു സൂചനയാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമല്ല. അതിൽ കാര്യമൊന്നുമില്ലല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് 8-ാം തീയതി നമുക്ക് ഇനി ഒരു 2 പകലും കൂടെ കഴിഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ മഞ്ജുഷ് പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട്, എങ്ങനെയും അധികാരം പിടിക്കുക. എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം ഞാൻ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ശ്രദ്ധിച്ചപ്പോൾ എത്ര വീഡിയോസ് ആണ്, അതായത് വീടുകളിൽ പോയി BJPക്കാർ ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് മഷി പുരട്ടുന്ന വീഡിയോസും, അതുപോലെ തന്നെ അത് എവിടെയാണ് ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജംഗ്പുര മണ്ഡലത്തിൽ അകത്ത് കയറി പണം കൊടുക്കുന്ന ആരോപണം അവിടുത്തെ കാൻഡിഡേറ്റ് പോയി പറയുമ്പോൾ പോലും അവിടെ പോലീസ് പോലും വരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും അധികാരം പിടിക്കാന്ന് പറയുന്നതിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇന്ന് രാവിലെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതിഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ 5 ലക്ഷം രൂപ പിടിച്ച് പോലീസ് കേസെടുത്തത്. അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, അത് പിന്നീട് വ്യാജ വാർത്തയാണ് പറഞ്ഞത്. പക്ഷെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും അത് തിരുത്തി കൊടുത്തിട്ടില്ല. എന്താണ് അതിന്റെ വാസ്തവം വിനോദ്? എന്താണ് അതിന്റെ വാസ്തവം? എന്താണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ ഒരു ഫണ്ട് അതിഷിക്ക് അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയിൽ ആം ആദ്മി പാർട്ടിയോടൊക്കെ ബന്ധവുമില്ല. പഞ്ചാബ് ഭവനിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്നു പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു കേസെടുത്തു. അവസാനം അത് പഞ്ചാബ് ഭവന്റെ അല്ല BJPയുടെ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇത്തരം വ്യാജ വാർത്തകൾ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തു. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇതിനേക്കാൾ നമുക്ക് എത്രയോ പ്രതിസന്ധി തരണം ചെയ്താണ്. ഡൽഹിയിൽ പോലീസ് ഇല്ല, ഭരണമില്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ, എന്നിട്ടും ഒരു മനുഷ്യൻ ഈ പ്രതിബന്ധങ്ങൾക്കിടയിൽ കിടന്ന് ഭരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് അതിൽ വിഷമമൊന്നും. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ഒരു രീതി അത് വളരെ മോശകരമാണ്. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ജനാധിപത്യ രീതിയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, ജനാധിപത്യത്തെ അടിച്ചമർന്ന രീതികളോടൊക്കെ മാധ്യമങ്ങൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്തണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പിന്നെ മഞ്ജുഷ്, മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിനകത്ത് എന്റെ കയ്യിൽ ഡേറ്റാസ് ഒക്കെ ഉണ്ട്.
ഇപ്പോ ഇന്നലെ വരെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു മാധ്യമവും അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനോ നിരീക്ഷകനോ ഒന്നും BJPക്ക് ഒരു എഡ്ജും പറഞ്ഞിട്ടില്ല, ഒരു അഡ്വാൻറ്റേജും പറഞ്ഞിട്ടില്ല. ഭരണം ആം ആദ്മി നിലനിർത്തും, സീറ്റ് കുറയും എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് പറയുന്നത് BJP അധികാരത്തിൽ വരും. പോക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ റീഡിംഗ് ഇങ്ങനെയാണ്, 28 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ 2020 ഇലക്ഷനിൽ 28 മണ്ഡലങ്ങളിൽ 20,000 മുതൽ 80,000 വരെ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളാണ് ആം ആദ്മി പാർട്ടി ജയിച്ചിട്ടുള്ളത്. അതായത് അവിടെ ഒരു എക്സ് ഫാക്ടറായി വരാൻ സാധ്യതയുള്ള ഘടകങ്ങളൊക്കെ നോക്കിയാലും 80,000 ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണയുണ്ട്. 63,000 ഉണ്ട്, 44,000-ന്റെ 4 മണ്ഡലം, അങ്ങനെ ഏതാണ്ട് 28 മണ്ഡലങ്ങളിൽ മത്സരമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആം ആദ്മിയുടെ സേഫ് സോണാണ്. മറ്റൊന്ന് പറയുന്നത്, ഇപ്പൊ 7 MLA പോയി, കേരളത്തിൽ വലിയ വാർത്ത, 7 MLA പോയി. പിന്നെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന കേജ്രിവാളിനെ താല്പര്യമില്ലാത്തതുകൊണ്ട് 7 MLA പോയി. അതിൽ രസകരമായിട്ടോ, അതിൽ പാലം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടി ജയിച്ചത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കൂ, 783 വോട്ടാണ് ബിജ്വാസൻ എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഭൂരിപക്ഷം. അതുപോലെ തന്നെ ആദർശ് നഗറിലെ ഭൂരിപക്ഷം 1589 വോട്ടാണ്. കസ്തൂർബ നഗറിലെ ഭൂരിപക്ഷം 3765 അതുപോലെ തന്നെ അവിടെ ഒരു മുടിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലും തൃക്കോൽപുരി എന്ന് പറയുന്ന മണ്ഡലത്തിലുമാണ് 22,000-ഉം 12,000-ഉം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. അപ്പൊ ഇവരങ്ങോട്ട് ചാടിപ്പോയാൽ പോലും ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ, പക്ഷേ വിനോദ് മാത്യു വിൽസൺ, ഓരോ തെരഞ്ഞെടുപ്പും ഓരോ സാഹചര്യത്തിലാണല്ലോ നടക്കുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. കഴിഞ്ഞ തവണത്തെ 2020 അതേ സാഹചര്യത്തിലല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ടല്ലോ. അതെനിക്കറിയാം, സീരിയസ്ലി അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ കള്ളപ്പണം ഇറക്കിക്കൊണ്ട് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ സാവകാശം കൊടുക്കാതെ, ഇന്ന് കണ്ട വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വോട്ടുകൾ ചെയ്യുകയാണ്. വന്നിട്ട് വ്യാജ വോട്ട്, ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി പറഞ്ഞാൽ അവിടെ ഒരു നടപടി പോലും ഇല്ല. ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ആ വീഡിയോ ഒന്നുമില്ല. ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മാത്രം അറിയുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതോടെ നിൽക്കട്ടെ, അത് ജനം തീരുമാനിച്ചോളും. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്നുണ്ട് എന്നുള്ള ഭയം, അതൊരു ഭയം കൂടിയാണല്ലോ. കാരണം നിങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഞങ്ങൾ കാവൽ കിടക്കും എന്ന്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കും എന്നുള്ള ആശങ്ക ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നാണല്ലോ. നേരത്തെ കോൺഗ്രസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, ഒരുപക്ഷെ BJP. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് കള്ള വോട്ടുകൾ അവിടെ ചെയ്യുന്നു, വ്യാജ വോട്ടുകൾ ചെയ്യുന്നു, മരിച്ച് പ്രേതങ്ങൾ വരെ വന്ന് വോട്ട് ചെയ്യുന്നതിന് വാർത്തകൾ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ആ വീഡിയോ ഞാൻ മഞ്ജുഷിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച്, അത് പ്രേതങ്ങൾ വന്ന് വോട്ട് ചെയ്തിട്ട് പോവാണ്. ഇത് പരിശോധിക്കാൻ ആരാ പരിശോധിക്കണ്ടേ? മുഴുവൻ കേന്ദ്രസേനയും മാറ്റി അവിടുന്ന്, ഇലക്ഷന് മുമ്പ് മുഴുവൻ പോലീസുകാരെയും മാറ്റി. ഇതൊക്കെ വാർത്തകളല്ലേ, ഇത് ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ ഡൽഹിയിൽ ആം ആദ്മി തോറ്റു, അല്ലെങ്കിൽ ആം ആദ്മി തോറ്റതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതോടുകൂടി ജനാധിപത്യ മൂല്യങ്ങളല്ലേ ഇതൊക്കെ? ഇവിടെ മാധ്യമ പ്രവർത്തനം നന്നായി പോകണ്ടേ? ഇവിടെ പ്രതിപക്ഷം ശക്തമായിരിക്കണ്ടേ? ഇതൊക്കെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു ആദർശം പറഞ്ഞതിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലും വേട്ടയാടി, കള്ളവോട്ട് ചെയ്ത്, പണം കൊടുത്ത്, സാരി കൊടുത്ത്, മദ്യം കൊടുത്ത്, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേജ്രിവാൾ എത്രയോ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യം മാത്രമൊന്നുമല്ല കേജ്രിവാൾ പറഞ്ഞത് മുഴുവൻ ഫേക്ക് വോട്ടുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓരോ MLA-മാരുടെയും ബൂത്തുകളിൽ 60-ഉം 20-ഉം 25-ഉം വോട്ട് വെച്ച് അവരുടെ ഫ്ലാറ്റ് അഡ്രസ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചു. വോട്ടുകൾ, പിന്നെ വോട്ടേഴ്സിന്റെ എണ്ണം കൂട്ടി. തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ശുഭാപ്തി വിശ്വാസത്തിൽ ഒരു മാറ്റവും ഇല്ല. കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണം നിലനിർത്തും. എക്സിറ്റ് പോളുകളൊക്കെ ഇവിടെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം 45 സീറ്റിലധികം നേടത്തില്ല എന്ന് പറഞ്ഞു, അതിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് പ്രശ്നവുമില്ല. നമുക്ക് ഈ നിരീക്ഷണവും ഈ വർത്തമാനവും ഒക്കെ 2 ദിവസത്തെ കാര്യമുള്ളൂ, നമുക്കറിയാം. ശരി, രാകേഷ് ഒരു 1.5 ആഴ്ച അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ ഡൽഹിയിൽ. ഇപ്പോൾ വിനോദ് മാത്യു വിൽസൺ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, അതൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ കേസ് വന്നിരിക്കുന്നു, പണം കണ്ടെടുത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വ്യാജമാണെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്.
തീർച്ചയായും കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ പല വിഷയങ്ങളും, അതിപ്പോൾ യമുന വിഷയമായിക്കോട്ടെ, അതിനുശേഷം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരായ അതിക്രമം, ആ വിഷയങ്ങളിലൊക്കെ തന്നെ കമ്മീഷനുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതായത് രാജീവ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, BJPക്ക് വേണ്ടി അദ്ദേഹം അടുത്ത മാസം വിരമിക്കുകയാണ്. അപ്പോൾ ഏത് പദവിയാണെന്ന തരത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് പോലും ഈ വോട്ടിംഗ് ദിനത്തിൽ പോലും വലിയ ആരോപണം ഉണ്ടായത് പോലീസിനെതിരെയാണ്. അതായത് പോലീസ് ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന വലിയ പരാതി ഉണ്ടായി. തുടർന്ന് പോലീസ് തന്നെ ഇക്കാര്യം പരിശോധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പരാതിയും ഒക്കെ തന്നെ വിവാദങ്ങളും ഒക്കെ തന്നെ കടന്നുപോയൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടിംഗ് സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു രാജീവ് കുമാർ എന്ന ഗുരുതര ആരോപണം ഉണ്ടായി. ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്മീഷനും ആം ആദ്മി പാർട്ടിയും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഏതായാലും ഇന്നിപ്പോൾ സൂചിപ്പിച്ച കാര്യം, അതിഷിയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരെ കസ്റ്റഡി എടുത്തു എന്ന് പറയുന്നത്, അത് പോലീസ് തന്നെ പറയുന്നത്, പോലീസ് തന്നെയാണ് ഈ പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത്. അതായത് ഈ 2 പേരും ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്ന നിലയിൽ ഡൽഹി പോലീസ് തന്നെ പറയുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. കസ്റ്റഡി എടുത്തു ഡൽഹി പോലീസ് തന്നെയാണ് അത്തരം. പക്ഷേ വിനോദ് പറയുന്നത്, വിനോദ് അതിനകത്ത് എന്താണ് ഇപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഡൽഹി പോലീസ് നൽകിയ വിവരം അനുസരിച്ചാണ് അല്ലെ രാജേഷ്? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു ആരാണ് സംസാരിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്ന്. ER രാഗേഷ് ആണ്, ഞങ്ങളുടെ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ്. അദ്ദേഹം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഡൽഹി പോലീസിന്റെ വിവരം അനുസരിച്ച് തന്നെയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. മറ്റു മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് പറയുന്നത് സത്യമാണോ, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? പക്ഷേ കസ്റ്റഡിയിലാണ് അല്ലേ? ആയിക്കോട്ടെ, അത് അതിഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് എന്ത് തെളിവാണല്ലേ? അതിഷിയുടെ ഓഫീസുമായി ബന്ധമില്ലാത്ത ഓഫീസ് ജീവനക്കാരൻ എന്നാണ്. അല്ല, അങ്ങനെ ഓഫീസ് ജീവനക്കാരാണെന്ന് പേര് പുറത്തുവിട്ടോ? അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ രേഖകൾ പുറത്തുവിട്ടോ? അപ്പോൾ ഫേക്ക് ആണെന്നാണല്ലേ പോലീസ് നൽകുന്ന തെറ്റായ വിവരം അല്ലേ? പോലീസ് നൽകുന്ന തെറ്റായ വിവരം. എനിക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല. അപ്പം മാധ്യമ പ്രവർത്തകരുടെ ജോലിയല്ലേ അതല്ല? അതാണ്ട് ഇന്ന രേഖ പ്രകാരം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടെന്ന് നമ്മൾ അന്വേഷിച്ചറിയാൻ പറ്റില്ലേ? അങ്ങനെ ഒരു വാർത്ത ഡൽഹി പോലീസ് പറയുന്നതൊക്കെ എങ്ങനെ സത്യമാവുക? ഡൽഹി പോലീസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ആരുടെ പോലീസാ? ഡൽഹി പോലീസ് പിന്നെ കേന്ദ്രത്തിന്റെ സേനയല്ലേ, അല്ലാതെ ഒരിക്കലും അരവിന്ദ് കെജ്രിവാളിന്റെ സേനയല്ലല്ലോ. ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഡെയിലി റിസർച്ചിന്റെ അനുസരിച്ച് 36 മുതൽ 44 സീറ്റുകൾ വരെ BJPക്ക്, അവിടെയും BJPക്കാണ് എഡ്ജ്. 26 മുതൽ 34 സീറ്റുകൾ വരെയാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നത്. പി മാർക്കിന്റെ അനുസരിച്ച് 39 മുതൽ 49 സീറ്റുകൾ വരെയാണ്. മാട്രിക്സ് സർവേ അനുസരിച്ച് 35 മുതൽ 40 വരെ, JVC പോൾ അനുസരിച്ച് 39 മുതൽ 45 വരെ BJPക്ക് നൽകുകയാണ്. പീപ്പിൾസ് പൾസ് 51 മുതൽ 60 വരെ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ BJPക്ക് നൽകുന്നത് പീപ്പിൾസ് പൾസ് ആണ്. 51 മുതൽ 60 സീറ്റുകൾ വരെ നേടുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. അവിടെ 10 മുതൽ 19 സീറ്റുകൾ വരെ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പീപ്പിൾസ് പൾസിന്റെ ഇപ്പോൾ പറയുന്നതല്ല, ഇപ്പോൾ കാണിക്കുന്നതല്ല. പീപ്പിൾസ് പൾസ് അനുസരിച്ച് 51 മുതൽ 60 വരെ BJPക്ക് എന്നുള്ളതാണ്. ന്യൂസ് 24 ഹിന്ദി 32 മുതൽ 37 വരെ ആം ആദ്മി പാർട്ടി. BJPക്ക് അവിടെയും 35 മുതൽ 40 സീറ്റ് വരെ. അവിടെ അതൊരു തൂക്ക് സഭ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഏതാനും എക്സിറ്റ് പോളുകളിൽ 1-2 എക്സിറ്റ് പോളിൽ മാത്രമാണ് ഒരു തൂക്ക് സഭ പറയുന്നത്. പക്ഷേ ബാക്കി ഉള്ളതിലെല്ലാം BJPക്ക് കൃത്യമായ അഡ്വാൻറ്റേജ് എന്നുള്ളത് തന്നെയാണ്. 27 മുതൽ 34 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് പറയുന്ന എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെയും BJPക്ക് 37 മുതൽ 43 സീറ്റുകൾ വരെയും, കോൺഗ്രസിന് 2 സീറ്റുകളും പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. JVC പോൾ അനുസരിച്ചും കൃത്യമായിട്ടുള്ള മേൽക്കൈ BJPക്കുണ്ട്. 39 മുതൽ 45 സീറ്റുകൾ വരെ. അവിടെ 22 മുതൽ 31 സീറ്റുകൾ വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് എക്സിറ്റ് പോൾ ഫലമായിട്ട് JVC പോളിൻ്റേത് ഉള്ളത്. അങ്ങനെ ഇതുവരെ വന്നതിൽ 2 മാത്രം തൂക്കുസഭ. ബാക്കിയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചാണക്യ സ്ട്രാറ്റജീസിന്റെ അനുസരിച്ച് 39 മുതൽ 44 സീറ്റുകൾ വരെ, BJPക്ക് 25 മുതൽ 28 സീറ്റുകൾ വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നത്. അവിടെ കോൺഗ്രസിന് 2 മുതൽ 3 വരെ സീറ്റുകൾ കിട്ടിയേക്കാം എന്നുണ്ട്. അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൃത്യമായ മേധാവിത്വം BJPക്ക് കിട്ടുകയാണ്. ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയാണോ ഡൽഹിയിൽ നിന്നുള്ള ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നേ ഇനി അറിയാനുള്ളൂ. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിക്കാൻ പോവുകയാണോ? ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് ആണ്, അതിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.